ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധിയോട് ശ്രീകാന്തും സച്ചിയും ചോദിക്കുന്നുണ്ട് എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ബുക്കൊക്കെ വായിക്കുകൂടാന്ന് സുധി ചോദിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങാമെന്ന് ശ്രീകാന്ത് പറയും. ഉടനെ പറയും അതിനൊക്കെ വേണ്ടി ഓരോരുത്തരുടെയും മുമ്പിൽ പോയി കൈ നീട്ടി നിൽക്കണം, അതൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയും. എടാ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവൻ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് സച്ചി എടുത്ത് ഒരു കുപ്പി എടുത്ത് ഇവൻ്റെ തലക്കെട്ടടിക്കാൻ തുടങ്ങുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും ഇവൻ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഇവൻ ഒരു പരിപാടിയും ചെയ്യത്തില്ല, കാശ് തീർക്കത്തേ ഉള്ളെന്ന് പറയും. നീ എന്താ ഉദ്ദേശിക്കുന്നത്, ശരിക്കും നിനക്ക് എങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് ഇഷ്ടമെന്നൊക്കെ ചോദിക്കുമ്പം സുധി പറയുന്നുണ്ട് ഒരു കറങ്ങുന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് കാശ് ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സുണ്ട്, പിന്നെ കറങ്ങുന്ന കസേരയൊന്നും കാണുകയില്ല, നിൻ്റെ മുമ്പിലേക്ക് കാശ് വന്നുകൊണ്ടിരിക്കുന്നു പറയും. അതെന്ത് ബിസിനസ്സാണ് അത് പറയാൻ ഉടനെ സുധി പറയുന്നുണ്ട്. ഉടനെ പറയും നീ നേരത്തെ ചെയ്തിട്ടുള്ളതാ, പിച്ച എടുക്കുക, അമ്പലത്തിന് മുമ്പിൽ പോയി പിച്ച എടുത്തില്ലേ, അത് നീ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി, കാശ് ഇങ്ങനെ നിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും, അതാ നിനക്ക് പറ്റിയ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേന് ശ്രീകാന്ത് അങ്ങ് ചിരിക്കുന്നുണ്ട്. നീ ചിരിക്കാതെ ഇവൻ ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നിട്ട് നീ അങ്ങ് ചിരിച്ചോളുക, നീ പോടാ എണീറ്റ്, ഞാൻ നോക്കിക്കണം, നല്ലൊരു ബിസിനസ് ഞാൻ ചെയ്യും, ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. ഈ സമയം രേവതിയും വർഷയും ശ്രുതിയും കൂടി ഇരുന്ന് ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം വർഷ പറയും എന്തായാലും നിങ്ങളൊരു സ്റ്റുഡിയോ തുടങ്ങാൻ, ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ ആണോ എന്ന് ചോദിക്കണേ പറയും അല്ല ഞാൻ ഡബിങ്ങിന് പോകുന്നില്ല, അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലല്ലോ എന്ന്. അപ്പോഴത്തേന് രേവതി പറയും എന്നാൽ നിങ്ങൾക്കൊരു പൂക്കട തുടങ്ങിക്കൂടെ എന്ന്. അതിന് പൂക്കടയോ എന്ന് ചോദിക്കും. അല്ല വലിയ വലിയ പ്രോഗ്രാമിനൊക്കെ പൂ കൊടുക്കുന്ന പൂക്കടയില്ലേ, അങ്ങനത്തെ ഒരെണ്ണം തുടങ്ങിക്കൂടെ എന്ന്. അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയും. എന്നാലും എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്നൊക്കെ എന്നാലും ഇവർ ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്തായാലും നല്ലൊരു ബിസിനസ് തന്നെ ചെയ്യണം, എന്തായാലും മണിയൊക്കെ മാനേജ് ചെയ്ത് നല്ല പരിചയമാണല്ലോ ശ്രുതിക്കെന്ന് പറയുമ്പോഴത്തേന് വർഷ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഇരുന്ന അങ്കിളിൻ്റെ റിട്ടയർമെൻറ്റ് കാശെടുത്ത് കൊണ്ടുവന്ന് കളഞ്ഞവനല്ലേ, ഇത് കൂടുതൽ എന്ത് മാനേജ്മെൻറ്റാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങ് വല്ലാതാകുന്നുണ്ട്. അപ്പം രേവതിക്ക് ചിരിയും വരും കേട്ടോ. അന്നേരം പിന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് പറയും എന്തായാലും മേളിൽ അവർ ഇരുന്ന് ടെറസിലിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും തീരുമാനമാകുമെന്ന് പറയും. പിന്നെ ഞാൻ ഒരു ബിയർ കഴിക്കാനായിട്ട് ശ്രീകാന്തിനോട് സമ്മതം മൂളിയിട്ടുണ്ടെന്ന് ഉടനെ വർഷ പറയുന്നുണ്ട്. ഉടനെ ശ്രുതിയും പറയും ഞാനും ഒരു ബിയർ കഴിച്ചോളാനാ ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേന് രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ രേവതിയെ നോക്കി പറയും സച്ചിക്ക് പിന്നെ അങ്ങനെ ഒരു ഇതൊന്നും വേണ്ടല്ലോ, അവന് ഇഷ്ടമുള്ളത്രയും കുടിക്കാം, അവനേറെ കുടിക്കുകയും ചെയ്യും, ഇപ്പം ബോധമില്ലാതിരിക്കുകയായിരിക്കും, കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇന്നെൻ്റെ സച്ചിയേട്ടൻ കുടിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും. ഈ രേവതിയുടെ ഒരു വിശ്വാസമൊക്കെ കണ്ടോണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതിയെ ശ്രുതി. അന്നേരത്തേന് വർഷയ്ക്ക് അങ്ങ് വല്ലതാന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് ടെറസിലാണെങ്കിൽ ശ്രുതി കുടിച്ച് മറിഞ്ഞ് കിടക്കുകയാണ്, എഴുന്നേക്കാൻ പോലും വയ്യ. എന്നിട്ട് ഇനി ഞാൻ ആ ബിസിനസ് ചെയ്യും ഈ ബിസിനസ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പൊങ്ങച്ച പറഞ്ഞുകൊണ്ട് കിടക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇവർ വർത്തമാനം പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും ശ്രുതിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. ഈ സമയത്ത് വർഷ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് എത്ര നേരമായി പോയിട്ട്, ഒരു ബിയർ കഴിക്കാൻ ഇത്ര സമയമൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കും. ഓ ഡാർലിങ് ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് പോരാൻ തുടങ്ങുകയാണ്. അന്നേരം അവരോടൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് എൻ്റെ വൈഫ് വിളിച്ചു, ഞാൻ പോയേക്കുക, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറയും. ഇവൻ്റെ വൈഫിനെയൊക്കെ ഭയങ്കര പേടിയാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്തായി ചർച്ച ചെയ്ത് ഇത്ര നേരമൊക്കെ ആയില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ഞങ്ങൾ വരുന്ന ഒരു 100 കൂട്ടം ഐഡിയ ഒക്കെ നോക്കി, എന്നിട്ടൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, ഇവന്മാർക്കൊന്നും അത്രയ്ക്ക് വിവരം പോരെന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ശ്രുതി എഴുന്നേക്കാൻ പറ്റാത്തവരത്തിൽ കിടക്കുകയാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് താഴ്ത്തിറങ്ങി വരാൻ പറയും. വന്നേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ നോക്കുമ്പോഴത്തേന് ഇവർ രണ്ടുപേരും പിടിച്ചിട്ടും പൊങ്ങത്തില്ല ശ്രുതി. എന്നിട്ട് ഇവരെ ഒരു വിധത്തിലാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം മേളത്തെ ഒച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട് സച്ചിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായെന്ന് തോന്നുന്നു, അവനെ അവരെല്ലാം പിടിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ രേവതി അങ്ങ് വല്ലാതെ നിൽക്കുക കേട്ടോ. നേരത്തേനാണ് വർഷം ഇങ്ങനെ മേളിലോട്ട് നോക്കുമ്പോഴത്തേന് ശ്രുതി എല്ലാവരോടും താങ്ങി പിടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ സച്ചിയാണ് ആദ്യം ഫ്രണ്ടിൽ ഇറങ്ങി വന്നത്, തിരിഞ്ഞിറങ്ങി വരുന്ന കാണുമ്പോഴത്തേന് ശ്രുതി കളിയാക്കുന്നത് അവൻ എഴുന്നേക്കാൻ വയ്യ, കണ്ടോ അവൻ തിരിഞ്ഞിറങ്ങി വരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഉടനെ വർഷ പറയും ചേച്ചി ഒന്നുകൂടെ നോക്കിക്കേ, ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ് പിടിച്ചുകൊണ്ട് വരുന്നത്, ചേട്ടൻ ഒട്ടും പറ്റത്തില്ലല്ലോ എഴുന്നേറ്റ് ഇറങ്ങാൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് അങ്ങ് ശ്രുതി അങ്ങ് വല്ലാതായി പോവാണ്. ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേന് അങ്ങ് അപമാനം കൊണ്ട് അങ്ങ് തല താത്തി അങ്ങ് നിൽക്കുന്ന പരുവത്തിൽ അങ്ങ് നിൽക്കുകയാണ്. അന്നേരത്തേന് ശ്രുതിയെ പിടിച്ച് എല്ലാവരുടെ കൊണ്ടുവന്ന് താഴെ ഇറക്കും. ഇറങ്ങി വരുന്ന ശ്രുതി വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മുറിയിലോട്ട് പോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ. ഉടനെ എന്നാൽ പറഞ്ഞോ എന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ മണ്ട കയറി ഇരിക്കുകയാണ്
ശ്രുതി ഉടനെ ശ്രുതി അങ്ങോട്ട് ചെന്നിട്ട് എന്നെ പരിപാടി കാണിക്കുന്നതെന്ന് ചോദിച്ച് ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. അടി കൊടുക്കുന്നുണ്ടെ ശ്രുതി എന്ന് പറയും, എന്താ ശ്രുതി എന്നെ തല്ലി, എനിക്ക് വേദനിച്ചു, എന്തിനാ ഇങ്ങനെ തല്ലുന്നേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർക്കെല്ലാം അങ്ങ് അത്ഭുതമാകുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ തല്ലൊക്കെ കൊടുക്കുന്ന കാണുമ്പോഴത്തേന്. എന്തിനാ ഇങ്ങനെ തല്ലിയത്, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയും. ഇങ്ങോട്ട് വാ ശ്രുതി, വാ മുറിയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് മേലോട്ട് പോവുകയാണ്. അന്നേരത്തേന് ഉടനെ അത് കാണുമ്പോഴത്തേന് ശ്രീകാന്ത് നിന്ന് അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ വർഷയൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ശ്രീകാന്ത് ചിരിക്കുകയൊന്നും വേണ്ട, മുറിയിലോട്ട് വന്നേ എന്ന് പറയും. ഞാനൊന്നും ചിരിച്ചില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഉടനെ വർഷയുടെ പുറകെ പോവുകയാണ്. പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, നാളെ ജീവനോടെ കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിയുമ്പോഴത്തേന് രേവതി എന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ കുടിച്ചോ എന്ന്. ഇല്ല ഞാൻ കുടിച്ചില്ലെന്ന് പറയും. എന്നാൽ ഒന്ന് ഊതിക്കെന്ന് പറയും. അങ്ങനെ സച്ചി എന്ന് ഊതുന്നുണ്ട്. എന്നെ പറയും, ഞാൻ കുടിച്ചിട്ടില്ല രേവതി എന്ന് പറയും. ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അവരോടൊന്ന് പറഞ്ഞായിരുന്നു, അത് എന്നാലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചെറുതായിട്ട് കുടിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പറയും. ഞാൻ കുടിച്ചില്ലല്ലോ രേവതി എന്ന് പറയും. എന്നാൽ പിന്നെ കുഴപ്പമില്ല, എനിക്ക് സന്തോഷമായെന്നൊക്കെ പറയും. അതാണ് എന്ന് പറയാം. ഇനി സച്ചേട്ടൻ ഇനി കൂടി ഒരിക്കലും തുടങ്ങുകയല്ലോ, നിർത്തിയതല്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഇന്നൊരു ദിവസത്തേക്ക് കുടിക്കുന്നില്ലെന്നേ ഉള്ളൂ, നാളെ തോന്നുകയാണെങ്കിൽ ഞാൻ കുടിക്കും കേട്ടോ എന്ന് പറയും. അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എന്തായാലും ഇന്ന് ഞാൻ സച്ചേട്ടൻ്റെ കൂടെ ടെറസിലാണ് കിടക്കുന്നു പറയും. ആണോ എന്ന് ചോദിക്കും. അത് ആണ്, എന്തായാലും ഞാൻ കുടിക്കാഞ്ഞത് എന്തായാലും നന്നായി അല്ലേ എന്ന് ചോദിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് സച്ചി. എന്നെ പറയും, എന്നാൽ നമുക്ക് ടെറസിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സ്നേഹത്തോടെ സന്തോഷിച്ച് ചിരിച്ചൊക്കെ കയറി ഇങ്ങനെ പോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഒരു കസ്റ്റമറേയും കൊണ്ട് ഇങ്ങനെ കാറിന് കൊണ്ടുവന്ന് അയാളുടെ ഷോപ്പിന് മുമ്പിൽ ഇറക്കുന്നതാണ്. ഇറങ്ങി കഴിയുമ്പോൾ അയാൾ പറയും, അയ്യോ പൈസ തരാനായിട്ട് എൻ്റെ കയ്യിൽ പേഴ്സോ ഫോണോ ഇല്ലല്ലോ, എൻ്റെ കടയാണിത്, അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പൈസ എടുത്ത് തരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോകും. ശരി സാർ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ കാർ വിട്ട് വെളി നിൽക്കുകയാണ്. അന്നേരം അയാൾ കടയിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് രണ്ട് തടിമാടന്മാരെ പോലെ, ഗുണ്ടകളെ പോലെ രണ്ടുപേരോടെ നിൽപ്പുണ്ട്. നിങ്ങളെന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ എന്നെ പറയും, ഞങ്ങൾ എന്തിനാ വന്നെന്ന് സാറിന് അറിയത്തില്ലേ, ഈ കട സാറ് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പൊക്കോളാൻ പറയും, അതാ സാറിന് നല്ലതെന്നൊക്കെ പറയുമ്പോഴത്തേന് അയാൾ പറയും, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ ഈ കട കൊടുക്കുന്നില്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് ഇവർ വാക്കേറ്റമൊക്കെ നടത്തുന്നത് സച്ചി കാണുന്നുണ്ട്. സച്ചി ഉടനെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, എന്താ സാറേ പ്രശ്നമെന്ന്. അതൊക്കെ ചോദിക്കാൻ താൻ ആരാന്ന് ഉടനെ സച്ചിയോട് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് ഇപ്പോൾ ഇവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്താ സാറേ എന്ന് ചോദിക്കും. പറയും, ഇവരെൻ്റെ കട പിടിച്ചെടുക്കാൻ വന്നതാ, ചുളു വിലയ്ക്ക് വേണമെന്നാണ് പറഞ്ഞെന്ന് പറയും. ഇതൊന്നും നീ തിരക്കേണ്ട ആവശ്യമില്ലെന്ന് അവരുടനെ പറയുന്നുണ്ട്. അപ്പോൾ സാറ് പറയും, ഇവന്മാരെന്നെ ഒരുപാട് നാളായി ശല്യപ്പെടുത്തുകയാണെന്ന് പറയുമ്പോഴത്തേന് സച്ചി പറയും, വിട്ടുപോടാ ഇനി ഇവിടെ നിൽക്കേണ്ടെന്ന് പറയും. അതൊക്കെ പറയാൻ നീ ആരാന്ന് ചോദിച്ചാൽ അവരുടനെ സച്ചിയെ തല്ലാനായിട്ട് തുടങ്ങുകയാണ്. സച്ചിയുടെ സ്വഭാവം വെച്ച് സച്ചി നിർത്തുമോ, അവന്മാരെ എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. കുറേ നേരം രണ്ടുപേരെയും മാറി മാറി അടിക്കുന്നുണ്ട്. അടിച്ചിട്ട് പറയും, ഇനി ഈ ഏരിയയിൽ കണ്ടുപോയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവന്മാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ല കേട്ടോ, നിന്നെ ഞങ്ങൾ വെച്ചേക്കുകയില്ലെന്നൊക്കെ പറയും. അതൊക്കെ ഞങ്ങൾ പിന്നീട് നോക്കിക്കോളാം, നിങ്ങളിപ്പം പോകാൻ പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. കടയുടെ ഓണറായ മനുഷ്യൻ അന്നേരം പറയുന്നുണ്ട്, എന്തായാലും മോനെ സന്തോഷമായി, സമാധാനമായി എന്നൊക്കെ പറയും. എന്താ സാറേ എന്താ കാര്യമെന്ന് ചോദിക്കും. എന്നെ പറയും, എൻ്റെ ഈ കട വിൽക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ തൊട്ട് ഇവർ ചൂളു വിലയ്ക്ക് ഈ കട വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. എന്നാൽ പോലീസിൽ പരാതിപ്പെടത്തില്ലെന്ന് ചോദിക്കും. ഈ പോലീസുകാരും രാഷ്ട്രീയക്കാരൊക്കെ ഇവരുടെ ഒപ്പം ഉള്ളതാണ്, അപ്പം നമ്മളൊന്നും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല എന്ന് പറയും. എന്താ സാറേ ഇത്രയും നല്ലൊരു കട സാർ എന്തിനാ വിൽക്കാനായിട്ട് തീരുമാനിച്ചെന്ന് ചോദിക്കും. അത് പിന്നെ മോനെ എന്ന് പറഞ്ഞ് അയാളിങ്ങനെ കാര്യം പറയാനായിട്ട് തുടങ്ങുന്നതും സച്ചി ഇത് കേൾക്കാൻ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.